രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റവും അടുത്തുള്ള ആളുകൾ, പോലീസ് അസോസിയേഷന്റെ ഏറ്റവും അടുത്ത ആളുകൾ, ഭാരവാഹികളായ ആളുകളെയാണ് SIT-യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ SIT-യുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സത്യം മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും സത്യം മൂടി വെക്കാൻ സാധ്യമല്ല. സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, നാളെയും അനുഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശശി തരൂരുമായിട്ട് എന്താ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും സഹകരിക്കും. 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ്. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു 100% പാർട്ടിക്കാരനല്ലല്ലോ. മീൻസ് ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 2 ദിവസം അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും പങ്കാളിയല്ലേ. മോദിയെ തുടർച്ചയായി അനുകൂലിക്കുന്ന നിലപാടെടുത്തു. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെ അദ്ദേഹത്തോട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തിരുത്തിയില്ല. ഏറ്റവും അവസാനം ഞാൻ അതിന്റെ വിശദാംശം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ പോലും അവരെ അനുകൂലിക്കുന്ന സമീപനമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ് ഇവിടുത്തെ. അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതിവിടെ KPC പ്രസിഡന്റ് അനൗൺസ് ചെയ്യും. പ്രക്ഷോഭങ്ങളിലേക്ക് പോകും, ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമല. അതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി UDF കോൺഗ്രസ് മുന്നോട്ട് പോകും. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ കേസ് വന്നിരിക്കുകയാണ്, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? മണപ്പാട്ട് ഫൗണ്ടേഷൻ അറിയില്ലേ? പുനർജനിയുടെ അന്വേഷണം നടക്കട്ടെ. ആരിതൊക്കെ കെയർ ചെയ്യുന്നു? എന്റെ പേരിൽ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഒരു CBI എന്നെ തിരക്കി വന്നില്ല, ഒരു EDയും വന്നില്ല, ഒരു വിജിലൻസും വന്നില്ല. അപ്പൊ ഇതൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ ധാരാളം ഓരോ പാമ്പുകൾ കാണി പേടിപ്പിക്കാൻ. അതെ, അതൊക്കെ അന്വേഷിക്കട്ടെ. 5 വർഷം അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഫണ്ടോ? അതൊക്കെ ഇവിടെ KPCC ഇപ്പൊ പ്രഖ്യാപിക്കും. ഞങ്ങൾ രാവിലെ മീറ്റിംഗ് കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട. കോൺഗ്രസ് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചിരിക്കും. വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, അത് ചുമതലപ്പെടുത്തിയവരും നിങ്ങളോട് പറയും. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് കേട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവം തന്നെ മുന്നോട്ട് പോകും. ഇസ്ലാമോൾക്ക് അടിയന്തര സഹായം അനിവാര്യമാണ്. ആ കുട്ടിക്ക് 2 വയസ്സാണുള്ളത്. അതിന് വളരെ ഗുരുതരമായ അസുഖം ബാധിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അതിനെല്ലാ ആളുകളും സഹായിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ആ കുട്ടിയെ സഹായിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം 25 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 55 ലക്ഷം രൂപയുടെ കിട്ടണം. നിങ്ങൾ ചാനലുകളും അതിനുവേണ്ടി സഹായം ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് നമുക്ക് ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ. വയനാട്ടിൽ കമ്പളക്കാടാണ് ഈ കുട്ടിയുടെ വീട്. സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട് കമ്പളക്കാടുള്ള ഒരു കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. അതിനു മുൻപ്